വെടിനിർത്തലിനെ തുടർന്ന് വടക്കൻ ഗസയിലേക്ക് മടങ്ങിപ്പോകുന്ന 9ഓളം പലസ്തീനികളെ ഇസ്രായേലി സൈന്യം വധിച്ചതായി റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ലംഘനം എന്നാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ജിഷ്ണു രവീന്ദ്രൻ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ കരാർ ലംഘനം എന്നുള്ള നിലയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജിഷ്ണു? ഉന്മേഷ്, ക്രിസ്റ്റീന, നമുക്ക് വളരെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഗസയിലേക്ക് തിരിച്ചു ചെല്ലുന്ന ബന്ദികളാക്കപ്പെട്ട അല്ലെങ്കിൽ തടവിൽ പാർപ്പിച്ച മനുഷ്യരുടെ സന്തോഷമായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ മടങ്ങി വടക്കൻ ഗസയിലേക്ക് ചെല്ലുന്ന ആളുകളെ ഇസ്രായേലി സൈന്യം വധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹമാസ് ബന്ദികളാക്കി ഇസ്രായേലി പൗരന്മാരുടെ വധിക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ നൽകാൻ കാലതാമസം ഉണ്ടാകുന്നു എന്ന് കാണിച്ച് ഗസയിലേക്കുള്ള മനുഷ്യാവകാശ സഹായങ്ങളുമായി എത്തുന്ന ട്രക്കുകളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇസ്രായേൽ. നേരത്തെ 600 ട്രക്കുകളെ കടത്തിവിടാൻ തയ്യാറാണ് എന്നറിയിച്ച ഇസ്രായേൽ ഇപ്പോൾ 300 ട്രക്കുകളെ മാത്രമേ കടത്തിവിടാൻ സാധിക്കൂ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഹമാസ് സ്വയം നിരായുധീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു വയലന്റായ ഒരു ആക്രമണത്തിലൂടെ ഹമാസിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നതിലേക്ക് എത്തുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. നെതന്യാഹുവും അതേ മുന്നറിയിപ്പ് ആവർത്തിക്കുന്നുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ ധനകാര്യമന്ത്രി ബസലേൽ സ്മോട്രിച്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗസയിൽ ഇനിയും ജൂത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ബസലേൽ സ്മോട്രിച്ച് പറയുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ്. നേരത്തെ തന്നെ ഈവൻ സോണിൽ ഉൾപ്പെടെ ജൂത കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ബസലേൽ സ്മോട്രിച്ച്. ഫലസ്തീൻ എന്ന ആശയം തന്നെ ഇല്ലാതാക്കുമെന്ന് പ്രസ്താവിച്ച ഇസ്രായേൽ മന്ത്രിയാണ് ബസലേൽ സ്മോട്രിച്ച്. ഇത്തരത്തിൽ ഹമാസിനോടുള്ള ആക്രമണം കടുപ്പിക്കാൻ തന്നെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ഉദ്ദേശിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, ഒരു പൂർണ്ണ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. നമുക്കറിയാം, 2025 ജനുവരി മുതൽ മാർച്ച് മാസം വരെ 3 ആഴ്ച തുടർച്ചയായി വെടിനിർത്തൽ ഉണ്ടായിരുന്നു. യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്ന പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും യുദ്ധം ആരംഭിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ വീണ്ടും ആക്രമണത്തിലേക്ക് ഇസ്രായേൽ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം കടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരുമോ എന്ന ഒരു ആശങ്ക കൂടിയാണ് ഈ വാർത്തകൾ നൽകുന്നത്. ക്രിസ്റ്റീന, ഉന്മേഷ്. ജിഷ്ണു രവീന്ദ്രനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. യുദ്ധം അവസാനിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും അവിടുത്തെ കരാർ ലംഘനം നടക്കുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.